കഴിഞ്ഞ വ്യാഴാഴ്ച ജസ്റ്റിനച്ഛൻ്റെ മരണത്തിന് ശേഷം അച്ഛൻ്റെ മുറിയിൽ കയറി മേശപ്പുറത്തോട്ട് നോക്കിയപ്പോൾ മേശപ്പുറത്ത് ഒരു പ്രസംഗം ഇരിക്കുന്നു. ഒരു നോട്ട്ബുക്കിൽ എഴുതിയ 5 പേജുള്ള പ്രസംഗം എന്താണെന്ന് നോക്കിയപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ജസ്റ്റിനച്ഛൻ്റെ പ്രിയ ശിഷ്യനായ ഫാദർ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഇടവകയിൽ ഉയർപ്പ് ഞായറിനെക്കുറിച്ച് അച്ഛൻ പറയുവാൻ എഴുതി വച്ച പ്രസംഗമാണ്. അച്ഛൻ ആ പ്രസംഗം പറയാൻ സാധിച്ചില്ല. അച്ഛനു വേണ്ടി ആ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ച് ജസ്റ്റിനച്ഛൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഈസ്റ്ററിൻ്റെ ആശംസകൾ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജസ്റ്റിനച്ഛൻ ഇങ്ങനെ എഴുതി വച്ചു: നമ്മുടെ കർത്താവ് ദരിദ്രനായി ജനിച്ചു, 33 വയസ്സ് മാത്രം ജീവിച്ചു. അതിൽ 30 വർഷവും അറിയപ്പെടാത്തവനായി കഴിഞ്ഞു. ഒരു പുസ്തകം പോലും രചിച്ചില്ല. പൊതുജനമധ്യേ ഒരു സ്ഥാനവും വഹിച്ചില്ല. 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിക്കപ്പെട്ടു. എന്നിട്ടും 2000 കൊല്ലത്തിന് ശേഷവും 95 കോടി ജനമുണ്ട് അവിടുത്തെ അനുധാവനം ചെയ്യാൻ. എന്താണ് അതിന് കാരണം? മൃതരിൽ നിന്നുള്ള കർത്താവിൻ്റെ ഉയിർപ്പ് തന്നെ. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ജസ്റ്റിനച്ഛൻ്റെ നാമത്തിൽ ഏവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. 15-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായ കർദിനാൾ കുസാനോസ് പറയുന്നു, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ സംഗീതവും അരിത്തമെറ്റിക്കും ജോമെട്രിയുമൊക്കെ ഉപയോഗിച്ചു വന്നു. ജസ്റ്റിനച്ഛനും ഒരു പ്രപഞ്ചം സൃഷ്ടിച്ചു, സംഗീതം ഉപയോഗിച്ച്. ഒരു സ്നേഹത്തിൻ്റെ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ അനേകം ഗ്രഹങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ജസ്റ്റിനച്ഛൻ്റെ സ്നേഹപ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ ആണ്. അനേകം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഈ ഒരു ശവസംസ്കാരത്തിൻ്റെ കർമ്മം ഓൺലൈൻ കാണുന്നുണ്ട്. ജസ്റ്റിനച്ഛന് ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കുവാൻ സാധിച്ചത് വലിയ ദൈവകൃപയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെ പ്രപഞ്ചം. നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. 33 മെത്രാന്മാരുടെ അധ്യാപകനും 1000കണക്കിന് വൈദികരുടെ അധ്യാപകനും 29 പാട്ടുകൾക്ക് സംഗീതം നൽകി അങ്ങ് സാൻ ഫ്രാൻസിസ്കോ മുതൽ കിഴക്ക് ഫിലിപ്പീൻസ് വരെ തൻ്റെ ആത്മീയ സാന്നിധ്യം അറിയിച്ച് യേശുവിനെ പ്രഘോഷിച്ച ജസ്റ്റിനച്ഛൻ്റെ ജീവിതം ഈ ഒരു പ്രസംഗത്തിൽ ചുരുക്കുവാൻ സാധിക്കില്ല. ആയതിനാൽ അച്ഛൻ്റെ 3 മ്യൂസിക് ആൽബംസ്, തളിർമാല്യം, സ്നേഹപ്രവാഹം, സ്നേഹ സന്ദേശം എന്നീ ആൽബത്തിൻ്റെ ശീർഷകങ്ങൾ കടമെടുത്തുകൊണ്ട് അച്ഛൻ്റെ ജീവിതത്തെ ഒന്ന് സംഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ്. ജസ്റ്റിനച്ഛൻ എന്ന തളിർമാല്യം, തളിർ, ടെൻഡർ ലീവ്, അതൊരു മാല്യമായ ഒരു ഗാർലൻഡായി മാറി. ജസ്റ്റിനച്ഛൻ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഈ സോ ടെൻഡർ, സോഫ്റ്റ്
ആൻഡ് സ്വീറ്റ് സ്പോക്കൺ. വാക്കുകൊണ്ട് ഒരിക്കലും ആരെയും വേദനിപ്പിക്കുക ഇല്ല എന്ന് മാത്രമല്ല, വാക്കുകൊണ്ട് അനേകരെ ഉയർത്തിയ വ്യക്തിയാണ്, പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ്. എവിടെയും ഒരു ഇളം കാറ്റുപോലെ കടന്നു ചെല്ലും. അച്ഛൻ്റെ സാന്നിധ്യം ആരും ആഗ്രഹിക്കും. അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കുന്നവർ അനേകരാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ മരണശേഷവും അങ്ങനെ ഒരു തളിർ മാല്യമായി, ഒരു ഇളം വ്യക്തിത്വമായി നമ്മുടെ ഇടയിലൂടെ കടന്നുപോയ ജസ്റ്റിനച്ഛൻ യഥാർത്ഥത്തിൽ ഇന്ന് സ്വർഗീയമായ സംഗീതത്തോടെ നമ്മുടെ കൊയർ വില്യം നെല്ലിക്കലച്ചൻ്റെ നേതൃത്വത്തിൽ ഈ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീൽ നമ്മളൊരു സ്വർഗീയ കൺസേർട്ടിലാണ്. ഇവിടെ ഈ കൺസേർട്ട് നടത്തുന്നത് മറ്റാരുമല്ല, ജസ്റ്റിനച്ഛനാണ്. അച്ഛൻ ഇവിടെ കിടന്നുകൊണ്ട് ഈ സംഗീത ഒരു സൽക്കാരം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. തളിർമാല്യമായ ജസ്റ്റിനച്ഛൻ, കർത്താവ് പറഞ്ഞത്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകുന്നു, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ. ജസ്റ്റിനച്ഛനിൽ നമുക്ക് പഠിക്കാം. രണ്ടാമതായി സ്നേഹപ്രവാഹമായ ജസ്റ്റിനച്ഛൻ ഒരു പ്രവാഹം തന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞ 3 വർഷമായി ജസ്റ്റിനച്ഛനൊപ്പമാണ് അച്ഛൻ്റെ സുപ്പീരിയർസിനായിട്ട് സേവനം ചെയ്യുന്നു. ഈ 90-91 വയസ്സുള്ള ജസ്റ്റിനച്ഛൻ്റെ ഓട്ടം അപാരം തന്നെയായിരുന്നു. ഓരോ പ്രാവശ്യവും സന്യാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ അനുസരണത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ എന്നടുത്ത് വന്ന് അച്ഛൻ പെർമിഷൻ ചോദിക്കും. ഓരോ പെർമിഷൻ കൊടുക്കുമ്പോഴും ഞെട്ടലോടാണ് കൊടുക്കുന്നത്. കാരണം അച്ഛ, അടുത്ത ആഴ്ചയിൽ രാജസ്ഥാനിൽ ഒരു പ്രോഗ്രാമുണ്ട്, പോവുകയാണ്. അത് പോയി വളരെ സുഖമായി തിരിച്ചു വരുന്നു. അച്ഛ, ഡൽഹിയിലൊരു പ്രോഗ്രാമുണ്ട്, പോവുകയാണ്. അത് കഴിഞ്ഞ് മുംബൈയിലൊരു പ്രോഗ്രാമുണ്ട്, ഹൈദരാബാദിലുണ്ട്, മദ്രാസിലുണ്ട്, പൊള്ളാച്ചിയിലുണ്ട്, മാർത്താണ്ഡത്തുണ്ട്, ലാസ്റ്റ് പോയത് കൊല്ലത്താണ്. എല്ലാത്തിനും പോയിട്ട് വളരെ ആരോഗ്യവാനായിട്ട് ജസ്റ്റിനച്ഛൻ തിരിച്ചു വന്നു. അച്ഛൻ്റെ സ്നേഹപ്രവാഹം മെത്രാന്മാർ, വൈദികർ, സിസ്റ്റേഴ്സ്, കുടുംബങ്ങൾ, എല്ലാ തരത്തിലുമുള്ള പാവപ്പെട്ടവർ, ഓട്ടോറിക്ഷക്കാർ, ടാക്സി ഡ്രൈവേഴ്സ് എല്ലാവരിലേക്കും ചൊരിയുന്ന ഒരു സ്നേഹപ്രവാഹമായിരുന്നു. അച്ഛൻ്റെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നു മംഗലപ്പുഴ സെമിനാരിയിലെ അഗസ്റ്റിൻ ചേട്ടൻ. ചേട്ടൻ്റെ മക്കൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലുമൊക്കെയാണ്. അവർ എനിക്ക് അച്ഛൻ്റെ ഈ സ്നേഹപ്രവാഹത്തെക്കുറിച്ച് അവർ 2-3 പേജ് എഴുതി. പക്ഷെ ഞാൻ ചുരുക്കിയ ചില സെൻറ്റൻസുകൾ മാത്രമൊന്ന് വായിക്കാം. എല്ലാവരും ജസ്റ്റിനച്ഛനെ അറിയുന്നത് ഒരു മ്യൂസിഷ്യൻ മാത്രമായിട്ടാണ്. ബട്ട് ഫോർ us ഈസ് എ ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ് ഹു സീസ് ദ സ്ട്രഗിൾസ് ഇൻ അതേഴ്സ്. ദരിദ്രരോടുള്ള അച്ഛൻ്റെ കരുണ അത്ഭുതകരമായിരുന്നു. ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അച്ഛന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ ഒരു കുടുംബത്തെ സഹായിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞത്. മറ്റെല്ലാം അച്ഛൻ സ്നേഹത്തോടെ നിരസിക്കുകയായിരുന്നു. അച്ഛൻ ഒത്തിരി പേരെ സഹായിച്ചിരുന്നു. അതിൽ പഠന സഹായവും ഭവന നിർമ്മാണവും എല്ലാം ഉൾപ്പെടുത്തി. ഒരു ദിവസം എന്നോട് അച്ഛൻ രഹസ്യമായി പറഞ്ഞു, പ്രാർത്ഥിക്കണം, ഞാൻ 12 വീടുകൾ വെച്ച് 13ാമത്തെ വീട് സഹായിച്ച് വെക്കുവാനായിട്ട് എൻ്റെ ഫ്രണ്ട്സിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ പാവപ്പെട്ടവരോടുള്ള സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹം, അങ്ങനെ ഒരു സ്നേഹ പ്രവാഹമായി ജസ്റ്റിനച്ഛൻ നമ്മുടെ ഇടയിലൂടെ കടന്നുപോയി. മൂന്നാമതായിട്ട് ജസ്റ്റിനച്ഛൻ എന്ന സ്നേഹ സന്ദേശം. ഗാന്ധിജി പറഞ്ഞതുപോലെ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. അച്ഛൻ്റെ ജീവിതം തന്നെയായിരുന്നു സന്ദേശം. അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ തന്ത്രികളുടെ സൗന്ദര്യം 40 വർഷമായിട്ട് മലയാളികൾ അനുഭവിക്കുന്നു. എന്നാൽ അച്ഛൻ്റെ സ്നേഹ സന്ദേശം ഈ ഗാനങ്ങളിൽ മാത്രമല്ല. അച്ഛൻ്റെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും തന്ത്രികൾ ഇനി നമ്മൾ ശ്രമിക്കണം. അത് അച്ഛൻ്റെ കൃതികളിലാണ്. അച്ഛൻ്റെ കൃതികൾ കർമ്മലീത ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശുദ്ധ ആബിനായിലെ അമ്മ ത്രേസ്യയുടെയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ്റെയും ആധ്യാത്മികത വളരെ
സിമ്പിൾ വേർഡ്സിൽ നമുക്ക് പറഞ്ഞു തരുന്ന കൃതികളാണ്. അപ്പോൾ അച്ഛൻ്റെ കഴിഞ്ഞ 40 വർഷമായിട്ട് അച്ഛൻ്റെ സംഗീതം കേൾക്കുന്ന നമുക്ക് അച്ഛൻ്റെ ഈ ഒരു സന്ദേശം, സ്നേഹത്തിലേക്ക് പോകാനുള്ള വഴി അച്ഛൻ്റെ കൃതികളിൽ അച്ഛൻ നമുക്ക് കാണിച്ചു തരുന്നു. അച്ഛൻ്റെ ജീവിതശൈലി, അച്ഛൻ്റെ ഓട്ടമൊക്കെ കാണുമ്പോൾ ഞാൻ സ്റ്റീഫൻ ഗ്രല്ലയുടെ പ്രശസ്തമായൊരു വാക്യം അച്ഛൻ്റെ മനസ്സിൽ ഉറച്ച് കയറിയതായി കാണുന്നു. കാരണം അച്ഛൻ്റെ മുറിയിലിരിക്കുന്ന ഒരു പുസ്തകത്തിലും ആ ഒരു കൊട്ടേഷൻ ഞാൻ കണ്ടു. അതിങ്ങനെയാണ്: ഞാൻ ഒരിക്കലേ ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നുള്ളൂ. സഹജീവികൾക്ക് ചെയ്യുവാനുള്ള നന്മ ഇപ്പോൾ തന്നെ ചെയ്യട്ടെ. അത് നാളേക്ക് മാറ്റിവെക്കാനോ വേണ്ടെന്ന് വെക്കാനോ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ഈ വഴി വീണ്ടും വരില്ല. ഞാൻ ഈ വഴി വീണ്ടും വരില്ല, ഒരിക്കൽ മാത്രം. അപ്പോൾ അച്ഛൻ്റെ ഈ സ്നേഹ സന്ദേശം അനുഭവിച്ച അനേകം മെത്രാന്മാരുണ്ട്. അച്ഛൻ്റെ ആത്മീയ ശക്തി ലഭിച്ച, ആത്മീയ ഉപദേശം ലഭിച്ച അനേകം വൈദികരുണ്ട്, അനേകം അൽമായരുണ്ട്. അച്ഛൻ്റെ ഒരു ആത്മീയ പുത്രനായ നമ്മുടെ കല്യാൺ ആർച്ച് പാർക്കിയിലെ ആർച്ച് ബിഷപ്പായ സെബാസ്റ്റ്യൻ വാണിപ്പുരയ്ക്കൽ അയച്ചു തന്ന ഒരു സന്ദേശത്തിൽ നിന്ന് 2 സെൻറ്റൻസ് വായിക്കട്ടെ. കഴിഞ്ഞ 8 വർഷമായി ജസ്റ്റിൻ അച്ഛൻ്റെ അടുക്കൽ ആത്മീയ ഉപദേശങ്ങൾ തേടുകയും കുമ്പസാരിക്കാനുമായി ഞാൻ പോകാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പക്വതയാർന്നതും ആത്മീയത നിറഞ്ഞതുമായ ഉപദേശങ്ങൾ എന്നെ ഏറെ വളർത്തിയിട്ടുണ്ട്. സംഗീത ലോകത്ത് ഏറെ പ്രസിദ്ധി നേടാമായിരുന്നിട്ടും എളിമയോടുകൂടെ തൻ്റെ സന്യാസ ജീവിതത്തിന് പരമ പ്രാധാന്യം നൽകിക്കൊണ്ട് പിൻതിരയിൽ നിൽക്കാനാണ് അദ്ദേഹം ഇടപെട്ടിരുന്നത്. ഈ ജസ്റ്റിനച്ചൻ എന്ന ഈ മരത്തിൽ നമുക്ക് തളിർ കാണാം, ഫലങ്ങൾ കാണാം. പക്ഷേ ഏതൊരു നല്ല മരത്തിനും നല്ല വേരുകളുണ്ടാകും. എന്താണ് ഈ തളിർമാല്യമായ സ്നേഹപ്രവാഹമായ സ്നേഹ സന്ദേശമായ ജസ്റ്റിനച്ചൻ്റെ ജീവിതത്തിൻ്റെ വേരുകൾ? ആ വേരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അച്ഛൻ്റെ ഹൃദയത്തെ തളിർമാല്യമാക്കിയത് കർമ്മലീത്ത വിശുദ്ധയായ വിശുദ്ധ കൊച്ചു തെരേസ്യയുടെ ആധ്യാത്മികതയാണ്. അച്ഛൻ അവസാനം എഴുതിയ പുസ്തകവും കൊച്ചുരേസ്യയെക്കുറിച്ചാണ്. ജീസസ് മൈ ലവ്. കൊച്ചുരേസ്യയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം വായിക്കേണ്ട പുസ്തകമാണ്. അച്ഛൻ്റെ ഈ കൊച്ചുരേസ്യയെക്കുറിച്ചുള്ള പറയുമ്പോഴുള്ള ആവേശം, കൊച്ചുരേസ്യയുടെ സിംപ്ലിസിറ്റി, കൊച്ചുരേസ്യയുടെ എളിമ, ഇതൊക്കെ നമുക്ക് അച്ഛനിലും ദർശിക്കാൻ സാധിക്കും. കൊച്ചുരേസ്യയും ഇതുപോലെ തളിർമാല്യമായി അച്ഛൻ്റെ സ്നേഹപ്രവാഹത്തിൻ്റെ അടിവേരുകൾ തേടിപ്പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, സ്പെയിനിൽ ഒരറ്റം മുതൽ അങ്ങേ അറ്റം മുതൽ ഓടി നടന്ന് 16 കോൺവെൻറ്റുകൾ സ്ഥാപിച്ച് ദൈവത്തെയും ജനത്തെയും സമൂഹത്തെയും സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആബിലായിലെ അമ്മ ത്രേസ്യയുടെ ആധ്യാത്മികതയാണ്. ആ ഓട്ടം അപാരമായിരുന്നു. മിണ്ടാമഠത്തിലെ കന്യാസ്ത്രീയായ അമ്മ ത്രേസ്യയുടെ ഓട്ടം അതുപോലൊരു ഓട്ടമായിരുന്നു ജസ്റ്റിനച്ചൻ്റെ ഓട്ടവും. അതുപോലെ ജസ്റ്റിനച്ചനെ ഒരു സ്നേഹ സന്ദേശമാക്കി മാറ്റിയ സ്നേഹഗായകനായ, സ്നേഹത്തിൻ്റെ ഗീതങ്ങൾ ലോകത്തെ പഠിപ്പിച്ച് അതിലൂടെ ദൈവത്തെ അനുഭവിക്കാൻ പഠിപ്പിച്ച വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ്റെ ആധ്യാത്മികതയാണ്. അങ്ങനെ കർമ്മലീത്ത ആധ്യാത്മിക ആഴമായിട്ട് വേരിറങ്ങി ലോകത്തിന് ദൈവം തനിക്ക് തന്ന കഴിവുകളെയൊക്കെ പരിശുദ്ധമായി ശുദ്ധമായി ദൈവീകമായി നൽകി അത് നമ്മൾ ആസ്വദിക്കുന്നു. ഇനി ഈ വേരുകൾക്ക് ഏതൊരു മരത്തിനും ഒരു തായ്വേരുണ്ട്. ആ തായ്വേരാണ് ജസ്റ്റിനച്ചന് യേശുവിനോടുള്ള പ്രണയം. യേശുവിനോടുള്ള പ്രണയം ഗാനത്തിലും, യേശുവിനോടുള്ള പ്രണയം കൃതികളിലും, ജീവിതത്തിലുമെല്ലാം കാണാം. ആ 33കാരനോടുള്ള പ്രണയം വളരെ പ്രത്യേകമായിട്ട്, ആ 33കാരൻ്റെ പൗരോഹിത്വത്തോടുള്ള പ്രണയം നമുക്കറിയാം. അമ്മ ഇസബൽ തങ്കമ്മ ജോൺ അച്ഛന് കൊടുത്ത ഉപദേശത്തെക്കുറിച്ച് അച്ഛൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മോനെ, വൈദിക അന്തസ്സ് പോലെ ശ്രേഷ്ഠമായത് ഒന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും ഈ ദൈവവിളി സംരക്ഷിക്കണം. അമ്മയുടെ വാക്കുകൾ മരണം വരെ അനുസരിച്ചു.
അമ്മയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പൗരോഹിത്യത്തിന്, അതായത് ദൈവത്തിന്, ദൈവ ശുശ്രൂഷയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് പിന്നീട് അച്ഛൻ മ്യൂസിക് ഒരു ഹോബിയാക്കി മാറ്റി. നമ്മുടെ സ്നേഹമുള്ള യെസ്ലച്ചന് ഇത്രയും വളർന്ന് വലുതാകാനായിട്ട് സഹായിച്ചതും കർമ്മലീത്ത സഭയിലെ പ്രോവിൻസായ മഞ്ഞുമൽ പ്രോവിൻസാണ്. അച്ഛൻ്റെ സെയിൻറ്റ് തെരേസ് ഓഫ് ആവില ഫോർ എവർ ആൻഡ് അവർ കോണ്ടംപററി എന്ന പുസ്തകത്തിൽ 2016 എഴുതിയ പുസ്തകത്തിൽ അച്ഛൻ പറയുന്നു, മഞ്ഞുമൽ പ്രോവിൻസിലെ 32 അച്ഛന്മാരുടെ പേരും ബ്രദേഴ്സിൻ്റെ പേരും എടുത്തു പറഞ്ഞുകൊണ്ട് അച്ഛൻ പറയുന്നു, ഐ താങ്ക് ഗാഡ് who benignly showered on me the singular grace of finding my home in our Carmelite മഞ്ഞുമൽ പ്രോവിൻസ്. കർമ്മലീത്ത സഭ അച്ഛൻ റോമിൽ വിട്ടു പഠിപ്പിച്ചു. കർമ്മലീത്ത സഭ അച്ഛന് ഡോക്ടറേറ്റ് എടുക്കാൻ അനുവാദം നൽകി. ഫിലോസഫിയിൽ ലൈസൻഷ്യറ്റ് എടുക്കാൻ അനുവാദം നൽകി. കർമ്മലീത്ത ഞങ്ങളുടെ പ്രോവിൻസ് അച്ഛൻ 28 വർഷം മംഗലപ്പുഴ സേവനം ചെയ്യുവാൻ അനുവാദം നൽകി. മ്യൂസിക്കിൻ്റെ ഫീൽഡിലേക്ക് പോകുവാൻ അനുവാദം നൽകി. അത് പൂർവീകർ നൽകിയ പ്രോത്സാഹനത്തിൻ്റെയും പൂർവീകർ നൽകിയ ഒരു സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. ഞങ്ങളുടെ പ്രോവിൻസിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്, ഏതെങ്കിലും ഒരു അച്ഛൻ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുകയോ ക്രിയേറ്റിവിറ്റി കാണിക്കുകയോ കഴിവ് കാണിക്കുകയോ ചെയ്താൽ എല്ലാവരും പിന്നിൽ നിന്ന് താങ്ങി ആ അച്ഛനെ വളർത്തി വലുതാക്കുന്ന സംഭവം. അതുതന്നെയാണ് 32 അച്ഛന്മാരുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ ജസ്റ്റിനച്ചൻ പറയുന്നത്. അതുതന്നെയാണ് ജസ്റ്റിനച്ചനും ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ജേണലിൽ ഒരു സയൻറ്റിഫിക് പേപ്പർ എഴുതാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചത്, അത് എഴുതണമെന്ന് പറഞ്ഞതും പുറകിൽ നടന്ന് എഴുതിച്ചതും ജസ്റ്റിനച്ചനാണ്. ജസ്റ്റിനച്ചൻ എന്നെയും പഠനത്തിൽ ഒത്തിരിയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ജസ്റ്റിനച്ചൻ നമ്മളിൽ നിന്ന് വിടവാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വൃദ്ധനായ സന്യാസിയല്ല ജസ്റ്റിനച്ചൻ. നമ്മളാരും അച്ഛനെ ഒരു വൃദ്ധനായ സന്യാസി കണ്ടിട്ടില്ല. പ്രിയ താരം സെഞ്ചുറി അടിക്കുമെന്ന് കാത്തിരിക്കുമ്പോൾ 91 റൺസ് എടുത്ത് ഔട്ടാകുമ്പോൾ ആരാധകർക്കുണ്ടാകുന്ന ദുഃഖവും ഒപ്പം സന്തോഷവുമാണ് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ. ഞാൻ ഈ ഒരു സമയത്ത് ജസ്റ്റിനച്ചന് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന പേര് ദ മഞ്ഞുമൽ ബോയ്. അനേകരെ അവരുടെ ജീവിതത്തിൻ്റെ കുഴികളിൽ നിന്നും രക്ഷിച്ച, അനേകർക്ക് ആശ്വാസം നൽകിയ, അനേകർക്ക് അത്താണിയായ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച, നമുക്ക് ഓരോരുത്തർക്കും തോന്നും എന്നെയാണ് ജസ്റ്റിനച്ചൻ കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. ഈ ജസ്റ്റിനച്ചൻ ഇന്ന് നമ്മോട് ഇവിടെ പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ജസ്റ്റിനച്ച നിത്യമായിട്ട് സ്വർഗത്തിൽ ആ പൈതലാം യേശുവേ എന്ന പാട്ട് ഉണ്ണി യേശുവിനോട് പാടുകയും അങ്ങനെ അച്ഛൻ ഏറ്റവും സ്നേഹിച്ച അമ്മ ഇസബേലിനോടൊപ്പം ദൈവത്തെ നിത്യമായി ആരാധിക്കുകയും ചെയ്യുവാൻ കർത്താവ് കൃപ നൽകട്ടെ. ആമേൻ.